നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിവേകാനന്ദ് എന്നാണ് പേര്. അത്തം നക്ഷത്രം, 31 വയസ്സ്, 175 സെന്റിമീറ്റർ ഹൈറ്റ്, 68 kg വെയിറ്റ്. ഒരു പ്രശസ്തമായ ലോജിസ്റ്റിക് കമ്പനിയിൽ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. UAE ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇൻറ്റീരിയർ ഡിസൈൻ, ടാലി, ഈ വക കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഷാർജയിൽ പോയിരിക്കുന്നത്. അച്ഛൻ രാജ്മോഹൻ, അമ്മ രമ, ഹൗസ് വൈഫ്. തൃശ്ശൂരാണ്, അതായത് ചെറുതുരുത്തിക്ക് അടുത്തായിട്ടാണ് ഇവരുടെ സ്ഥലം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യാം. ഫർദർ വിവരങ്ങളെല്ലാം ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ വിവേകാനന്ദിനെ കുറിച്ച് പറയാം. വിവേകാനന്ദ് അത്തം നക്ഷത്രം, 31 വയസ്സ്, 175 സെന്റിമീറ്റർ ഹൈറ്റ്, 68 kg വെയിറ്റ്. ഒരു പ്രശസ്തമായ ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. UAE ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. ഇൻറ്റീരിയർ ഡിസൈൻ അതും പാസ്സായിട്ടുണ്ട്. ടാലി പാസ്സായിട്ടുണ്ട്. അച്ഛൻ രാജ്മോഹൻ, അമ്മ രമ, ഹൗസ് വൈഫ്. തൃശ്ശൂരാണ് ഇവരുടെ സ്വദേശം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടുക. ഫർദർ വിവരങ്ങളൊക്കെ ഞാൻ എടുത്തു തരുന്നതാണ്. ഞാൻ അറിയുന്ന ഒരു ഫാമിലി കൂടെയാണ്. ഈ കുട്ടിയുടെ അമ്മയും അച്ഛനൊക്കെ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിട്ട് കുറേ നേരം അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നല്ലൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഞാൻ ഡീറ്റെയിൽ ഒക്കെ തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. വീട്ടിൽ വിവാഹപ്രായമെത്തിയ കുട്ടികൾ ഉള്ളപ്പോൾ അച്ഛനമ്മമാർക്ക് പതിവിൽ കവിഞ്ഞ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ ചെയ്യണം, ആരെ പോയി കാണണം, ഏത് ജോത്സ്യനെ കാണണം, ഏത് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കണം, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. അത് ഓരോന്ന് അതിലോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം, ഈ വക കാര്യങ്ങളിൽ അതിനെക്കുറിച്ചൊരു കുറച്ച് ടിപ്സ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിവാഹപ്രായമെത്തിയ കുട്ടിയുമായി രക്ഷിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊന്ന് നന്നായിട്ട് സംസാരിക്കുക. അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂടെ ഒരു ദിവസം ഇരുന്ന് നന്നായിട്ടൊന്ന് സംസാരിക്കുക. ആ കുട്ടിയുടെ അഭിപ്രായങ്ങൾ മൊത്തം കേൾക്കുക. എന്തൊക്കെയാണ് ആ കുട്ടിക്ക് പറയാനുള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലതും പറയാനുണ്ടാവും. ജോലി സ്ഥലം ഇന്നതായാൽ നന്നായിരുന്നു, ഹൈറ്റ് ഇത്ര വേണം, എഡ്യൂക്കേഷൻ ഇത്ര വേണം എന്നൊക്കെ ഉള്ളത് കുട്ടികൾ സാധാരണയായിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കലാണ്. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്, നാള്, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, കാസ്റ്റ് എന്താണ്, അതായത് ഇപ്പം നായർ തന്നെ പല വിഭാഗങ്ങളുടെ, നായരാച്ച നായർ, മേനനാച്ച മേനോൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. പിന്നെ എഴുതേണ്ടത് വയസ്സ്, കാര്യങ്ങൾ. ആദ്യം ശ്രദ്ധിക്കേണ്ട, ജാതകത്തിനെ പറ്റി വളരെ കുറച്ച് എഴുതാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ജാതകത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ വായിക്കുന്ന ആൾക്കും അറിയില്ല, കൊടുക്കുന്ന ആൾക്കും അതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലെങ്കിൽ കഴിയുന്നതും കുറച്ച് വിവരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. പല പ്രൊഫൈലുകളിൽ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, 2 ദോഷം, 2.5 ദോഷം, 3 ദോഷം, അരദോഷം, ശുദ്ധജാതകം, ഇങ്ങനെയൊക്കെ പലതും എഴുതാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വായിക്കുന്ന ആളുകൾക്ക് പേടി തോന്നുന്ന രീതിയിലാവരുത് നമ്മളുടെ പ്രൊഫൈല്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അത് പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. അപ്പോൾ ജാതകത്തിൻ്റെ കാര്യം വളരെ കുറച്ച് എഴുതുക. അതിനുശേഷം എഡ്യൂക്കേഷൻ വളരെ കൃത്യമായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. 10ാം ക്ലാസ് എവിടെയായിരുന്നു, 12th എവിടെയായിരുന്നു, ഗ്രാജുവേഷൻ എവിടെയാണ് ചെയ്തത്, എന്തായിരുന്നു സബ്ജക്റ്റ്,
അതിലും ഹയർ സ്റ്റഡീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് എവിടെയായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതുക. അതിനുശേഷം ജോലി എവിടെയാണ്, എന്താണ് ഡെസിഗ്നേഷൻ, എത്ര രൂപയാണ് ശമ്പളം, എത്ര വർഷമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് എഴുതുക. ഇതെല്ലാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം വായിച്ചു നോക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, തീർച്ചയായിട്ടും കോണ്ടാക്ട് നമ്പറുകൾ വെക്കണം, അത് വിട്ടുപോകരുത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ഒരു നല്ല മാട്രിമോണിയൽ സൈറ്റിനെ തിരഞ്ഞെടുക്കുക. അതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആരെങ്കിലും ഒന്നോ രണ്ടോ ആളെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന ഒരു നല്ല മാട്രിമോണിയൽ സൈറ്റിൽ ബുക്ക് ചെയ്യുക. മാട്രിമോണിയൽ സൈറ്റിൽ ബുക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരോട് ചോദിക്കണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെ. ഈ ലോക്കലായിട്ട് ചെയ്യുന്ന എന്നെ പോലുള്ള കുറേ ആളുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞ കേരള മാട്രിമോണി അല്ലെങ്കിൽ ഭാരത് മാട്രിമോണി അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ലോക്കലായിട്ട് ഉള്ള മാട്രിമോണിയലുകൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയാണ്, എത്ര രൂപയാണ്, കല്യാണം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപയാണ്. പലരും പല തരത്തിലാണ് വാങ്ങിക്കുന്നത്. ഒറ്റപ്പാലത്തൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ബാർഗെയിൻ ചെയ്യാനുള്ള ഇതുണ്ടാക്കുക. കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ അതൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുക. ഒരു അബദ്ധം പറ്റരുത്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദിവസം നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് ഇത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പാമ്പങ്കാവ് അല്ലെങ്കിൽ വെളുത്തങ്കാവ് എന്നൊക്കെ പറയും, അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊഫൈലുകൾ ഈ മാട്രിമോണിയൽ സൈറ്റുകൾ അയക്കാൻ തുടങ്ങും. മാട്രിമോണിയൽ സൈറ്റുകൾ പ്രൊഫൈലുകൾ അയക്കുമ്പോൾ മക്കളുമായി സംസാരിക്കുക. പ്രൊഫൈൽ കാട്ടിക്കൊടുക്കുക, ഫോട്ടോ കാട്ടിക്കൊടുക്കുക, ഹോറോസ്കോപ്പ് അവർക്ക് കാട്ടണമെന്നില്ല. മറിച്ച് ഈ ഫോട്ടോയും പ്രൊഫൈലൊക്കെ കാട്ടി സംസാരിക്കുക. കുട്ടിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതകം നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ജാതകം നോക്കണം. അത് ഒരു പണിക്കരെ കൊണ്ട് മാത്രം പോരാ, 3-4 പണിക്കരടുത്തെങ്കിലും പോയിട്ട് നോക്കുക. 3-4 പണിക്കരെടുത്ത് നോക്കുമ്പോൾ 4 പേര് നോ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. 4 ഏതെങ്കിലും ഒരാൾ പറയുകയാണ് അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത ഇത് അതായത് ഇപ്പോൾ ജാതകവും മാച്ചായി കഴിഞ്ഞു, വീട്ടുകാർക്ക് ഓക്കെയാണ്, 2 വീട്ടുകാർക്കും ഓക്കെ, 2 കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. അത് മറക്കാതെ ചെയ്യണം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം. ഈ ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുക. അവരുടെ ആദ്യം ചോദിക്കേണ്ട ചോദ്യം വല്ല ലൈവായിട്ട് വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇല്ല മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതിൽ ചോദിക്കേണ്ട അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ. 1 ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, 2 എഡ്യൂക്കേഷൻ, 3 മെഡിസിൻ വല്ല കഴിക്കുന്നുണ്ടോ എന്നുള്ളത്, 4 അമിതമായ ലോണുകൾ വല്ലതും ഉണ്ടോ, ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എന്നല്ല ബാങ്കിങ് ലോൺ CMI എത്ര വരുന്നുണ്ട് എന്ന് ചോദിക്കണം. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം മരുന്ന് കഴിക്കലായാലും ശരി, ലോൺ ഉണ്ടെങ്കിലും ശരി, അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക. ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവരുത്. ഒരു ടെൻഷനായിട്ടുള്ള നടപടികളിലേക്ക് പോകരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. എന്തൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് പറയാൻ പലതും ഉണ്ടാകും. അപ്പോൾ കഴിയാവുന്നത്ര കാര്യങ്ങൾ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിൽ നന്നായി സംസാരിച്ച് ഓരോ സ്റ്റെപ്പും, വിവാഹത്തിൻ്റെതായിട്ടുള്ള ഓരോ സ്റ്റെപ്പും ഒരു മംഗളകർമ്മം നടക്കാനുള്ളതാണെന്നുള്ള ഓർമ്മ വേണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.